അങ്ങനെ ഏറ്റവും അധികം പരാതികൾ വരുന്നൊരു സ്റ്റേഷനാണ് പീറുക്കട പോലീസ് സ്റ്റേഷൻ. അതുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും കൂടുതൽ പരാതി കിട്ടുന്നൊരു പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ പുതിയ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി പ്രകാരം പരാതി പറയാൻ വരുന്നവർക്ക് മാന്യമായ ഒരു സ്വീകരണവും മറ്റുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് വളരെ ഒരു മാറ്റം. പോലീസിൻ്റെ എല്ലാത്തിലും കുറേ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. പണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ പോലീസ് എന്ന് പറഞ്ഞാൽ ഈ പഴയ ഹാഫ് പാൻറ് എന്ന് പറയും, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ട്രൗസറും അതിൻ്റെ ഒരു പ്രത്യേക കിന്നരി വെച്ച പോലത്തെ ഒരു തൊപ്പി, പിന്നെ കപ്പട മീശയും കണ്ടാൽ തന്നെ ആരും അന്ന് കാലത്തൊന്നും അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയില്ല. മാത്രമല്ല ഈ ഇട്ട ട്രൗസറാണെങ്കിൽ നന്നായിട്ട് കഞ്ഞിയുടെ ഒക്കെ വെച്ച് പശയൊക്കെ വെച്ചിട്ട് നല്ല കുത്തനെയായിട്ട് ഇങ്ങനെ ഒരു നിൽപ്പുണ്ട്. പിന്നെ ചെയ്ത ചില പ്രവൃത്തികളുണ്ട്, പക്ഷെ അതിവിടെ പറയാൻ പറ്റുന്ന കാര്യമില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ അന്ന് എൻ്റെ പിതാവ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഇത് മാറ്റി പാൻ്റാക്കാൻ തീരുമാനിച്ചത്. അന്നത്തെ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, പോലീസുകാരെ കൊണ്ട് പാൻറ് ഇടിപ്പിച്ചാൽ കുറ്റവാളിയുടെ ആണ്, അതുകൊണ്ട് പഴയ വേഷം മതിയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് അതിന് കുറ്റവാളിയും ഒരു പക്ഷേ പാൻറ് ഇട്ടിട്ടാണെങ്കിലോ, അതുകൊണ്ട് പാൻറ് ഇട്ട ആളെ പിടിച്ചോളും എന്ന് പറയുക. അങ്ങനെയാണ് ഈ സിസ്റ്റം ഇപ്പോൾ നിലവിൽ വന്നത്. അതുകൊണ്ട് ആ വേഷവിധാനത്തിൽ തന്നെ കാര്യമായിട്ടുള്ള മാറ്റമുണ്ടായി. അപ്പോൾ പണ്ടൊക്കെ ഒരു ചെറുപ്പക്കാരൻ പോലീസിൽ കയറിയാൽ ഒരു മാന്യമായ വേഷം കിട്ടണമെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ വരെ കാത്തിരിക്കണം. SI വരെ എന്ന് ഈ വേഷമാണ്. SIക്ക് ഒരു ബെൽറ്റും ഉണ്ടാവും. പണ്ടൊരു മലയാള സിനിമ ഇറങ്ങിയിട്ട് ക്രോസ് ബെൽറ്റ് എന്നായിരുന്നു പേര്. അത് ഈ ബെൽറ്റിനനുസരിച്ചിരിക്കുന്ന ഒരു ചിത്രമായി. അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. പക്ഷേ മാറാതെ നിന്നൊരു കാര്യം, സ്റ്റേഷനിൽ ചെല്ലുന്നവരോടുള്ള പെരുമാറ്റത്തിൽ മാത്രം കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഈ മൈ പോലീസ് വരുന്നതോടുകൂടെ അതിലൊരു കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ സ്റ്റേഷനിൽ പരാതി പറയുന്നവരും ഇൻഫർമേഷൻ തരാൻ വരുന്നവരോടൊക്കെ തന്നെ മൈ പോലീസ് വേണം. പക്ഷെ കുറ്റവാളിയോട് ഓൾഡ് പോലീസാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ചില ആൾക്കാർ കിട്ടേണ്ട പോലെ കിട്ടിയാലേ നേരെയാവും. അതുകൊണ്ട് ന്യൂ പോലീസും വേണം, എന്നാൽ ഓൾഡ് പോലീസ് അങ്ങനെ മറക്കണ്ട. കുറ്റവാളിയോട് ഓൾഡ് പോലീസും പരാതി പറയാൻ വരുന്നവരോട് ന്യൂ പോലീസുമായിട്ട് നമ്മുടെ പോലീസിലൊരു മാറ്റം ഉണ്ടാകും. ഇങ്ങനെ എല്ലാം മാറി വരുമ്പോൾ ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നത്, ഇനി എൻ്റെ വകുപ്പിലൊരു മാറ്റം വരാനുണ്ട്. അതായത് സ്റ്റാഫ് പാറ്റാണ്. അതിപ്പോഴും 960 നിൽക്കുകയാണ്. അതായത് മുമ്പ് കരിവണ്ടിയിൽ നിന്ന് വന്ദേ ഭാരതത്തിലേക്ക് എത്തിയെങ്കിലും ഞങ്ങളുടെ സ്റ്റാഫ് പാറ്റേൺ മാത്രമാണ് പഴയ 60 നിൽക്കുന്നത്. ഇനിയിപ്പോൾ അതൊന്ന് പരിഷ്കരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ സഹായത്തോടുകൂടെ അത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ മൊത്തത്തിൽ മാറ്റം വരണം.